കണ്ണടച്ചു പാല് കുടിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാവ് കൂടിയായ തിരുവഞ്ചൂർ തുറന്നടിക്കുകയാണ്. പലപ്പോഴും സമയം വൈകിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷംസീർ അടിക്കുന്ന ബെല്ലുണ്ട്. അതിനെതിരെയും തിരുവഞ്ചൂർ ചിരിയിലൂടെയാണെങ്കിലും കാര്യം പറഞ്ഞു തീർക്കുന്നുണ്ട്. ഈ ബെല്ലടി നിർത്താനാണെങ്കിൽ അത് നടക്കില്ല, പകരം എന്നെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ അതേ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ ആശമാരെ ഞങ്ങൾ നോക്കേണ്ടത് പോലെ നോക്കുമെന്ന്. കണ്ണീര് പൊടിയുന്നിടത്ത് ഈ ചെങ്കൊടി അത് ഒപ്പിയെടുക്കുന്നുണ്ടോ എന്നും പഴയ കമ്മ്യൂണിസ്റ്റായി നിങ്ങൾ തിരിച്ചു വരണമെന്നും ഒക്കെയാണ് ഘോരഘോരമായി തിരുവഞ്ചൂർ പറയുന്നത്. CAG റിപ്പോർട്ട് എടുത്തുകൊണ്ട് പറയുന്നു, പരിധിക്ക് പുറത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന്. കേരളം കുപ്പുകുത്താൻ വേണ്ടിയാണ് പോകുന്നത്. ഈ കുപ്പുകുത്തലിന് കൈയടിക്കുന്നവരാണോ പ്രതിപക്ഷമെന്നും നിങ്ങൾ ചോദിക്കും. എന്നാൽ അതല്ല, നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ. പക്ഷെ നന്നാവുകയേ ഇല്ല എന്ന വാശിയിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നത് എന്നും. തീർന്നില്ല, EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിയ രേഖയുമായി കണ്ണടച്ച് പാല് കുടിക്കാൻ നോക്കണ്ട എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ 3ാം തവണ ഊണ് കഴിക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ എന്ന് തിരുവഞ്ചൂർ പറഞ്ഞൊരു ചിരി ചിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വേണ്ടിയുള്ള അതെങ്ങനെയാ സാർ എന്റെ സമയം തീർന്നത്? ഞാൻ ബെല്ലടിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബെല്ലടിച്ചോണ്ടേ ഇരിക്കാനാണ് എനിക്ക് സന്തോഷമുണ്ട്. അതാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് 3 മിനിറ്റേ ആയുള്ളൂ. കണക്ക് അങ്ങക്ക് എവിടെ കണക്ക് തെറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങ് നല്ല കാൽക്കുലേഷൻ ഉള്ള ആളാണ്, കണക്കധികം തെറ്റാറില്ല. പക്ഷെ ഇതെവിടെ തെറ്റി എന്ന് എനിക്കറിയില്ല. സാർ, ഇപ്പോ ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ സംസാരിച്ചോ? അല്ല, അങ്ങനെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ വരരുതല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ആ സമയത്ത് ബെല്ലടിച്ച് ഇൻസൾട്ട് ചെയ്യുകയാണ് അങ്ങനെ ഓർക്കുന്നില്ല എന്നൊരിക്കൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അതൊക്കെ അറിയാം. അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെ അത് ചെയ്യരുത്, അത് ശരിയല്ല. എങ്ങനെയാ? അല്ല, അങ്ങനെ ചെയ്യാമോ? സാധാരണ നിലയിൽ വളരെ മുതിർന്ന ശ്രീ തിരുവഞ്ചൂർ തെറ്റിദ്ധരിച്ചതാണ്. സാധാരണ നിലയിൽ സമയം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്, അല്ല അതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ചുരുക്കണം എന്നുള്ള ഒരു കമന്റും എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. യെസ്, ഓർഡർ. ഒരു ചെറിയ ചേഞ്ചസ് ഇന്നത്തെ അജണ്ടയിലുണ്ട്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ നിയമനിർമ്മാണ കാര്യത്തിൽ രണ്ടാമതായി തെറ്റാണ്, അതല്ല. നോ, ഞാൻ കൃത്യമായി ഡിജിറ്റൽ ബോർഡിൽ ചേർ ശ്രദ്ധിക്കുന്നുണ്ട്. 0:10 തന്നെയാണ് നിങ്ങൾ തുടങ്ങിയത്. 8 മിനിറ്റ് തന്നെയാണ് തുടങ്ങിയത്. തെറ്റാണത്. യെസ്, ആ സമയത്ത് വന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും 7 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞാണ് സ്ക്രീനിൽ തെളിഞ്ഞു വന്നത്. അതിന്റെ അർത്ഥം എനിക്കുണ്ടായിരുന്ന സമയം ഒന്ന് ചേഞ്ച് ചെയ്തതാണ് എന്ന് എനിക്കറിയാം. അത് സാരമില്ല, അതിലേക്ക് തർക്കം സാധാരണ. പക്ഷെ എന്നാലും അങ്ങ് അത് തിരുത്തിയല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 8 മിനിറ്റ്. സാർ, ഇതേ മനോഭാവം അങ്ങ് എന്നോടും കാണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. സാർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ശ്രീ സുമേഷ് ഇവിടെ പറഞ്ഞു, ആശാ വർക്കേഴ്സ് സാർ അവരുടെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കണ്ടേ, അവരുടെ സാമ്പത്തിക വിഷമം മനസ്സിലാക്കണ്ടേ. അതിനിപ്പോൾ വലിയ ആഗോള പ്രതിഭാസമാക്കി കൊണ്ടുവന്ന് അവരുടെ സമരത്തെ എങ്ങനെ മുടക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഏറ്റവും അവസാനം SUCI എന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു, ആ SUCI-യുമായി ചേർന്ന് മറ്റൊരു സമരത്തിൽ നിങ്ങൾ കൊടി കൂട്ടിക്കെട്ടുകയാണ്. അപ്പോൾ SUCI-യും പ്രശ്നമില്ലല്ലോ. സാർ, ഒരു കാര്യം ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ആ സമരത്തിന് ഫലമുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അവിടെ പ്രശ്നങ്ങളൊന്നും അവരുടെ കുത്തും കോമായി ഇടേണ്ട കാര്യമില്ല. അവർ പട്ടിണി പാവങ്ങളാണ്, അവർ വിഷമിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ആ കണ്ണീരൊപ്പുന്നതിനകത്ത് ഈ ചെങ്കൊടി ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ ചെങ്കൊടി ഇല്ല എന്ന് പറയുകയാണ്. ഞാൻ അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്നില്ല. അത് മതി. ഞാൻ അങ്ങയോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ അങ്ങ് കേക്കോ,
അങ്ങനെ ഇപ്പൊ സാധാരണ നമ്മൾ അരിത്തമാറ്റിക്സ് എഴുതുമ്പോൾ അതിന്റെ വഴി ശരിയാണോ എന്ന് നോക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അത് വേണ്ട, ഞാൻ അങ്ങയോടൊപ്പം നിൽക്കുകയാണ്. അങ്ങ് മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് എനിക്കറിയാം. മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത പല ആളുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയോട് ഇത് പറയാൻ കാരണം. സർ, ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, അത് മധ്യ മേഖലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുമായിട്ട് അതൊക്കെ നീങ്ങാണ്. തൊഴിലാളി വർഗത്തിൽ നിന്ന് മാറി സാവകാശം മധ്യവർഗത്തിലേക്ക് ഇത് പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ ലോ എന്ന് പറയണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല പറയേണ്ടത്. അത് ശരിയല്ല. അതുകൊണ്ട് പഴയതുപോലെ തന്നെ തൊഴിലാളികളുടെ വികാരത്തോടും തൊഴിലാളികളുടെ കാര്യത്തോടും ഒരുമിച്ച് നിൽക്കണം എന്ന് പഴയ കമ്മ്യൂണിസ്റ്റായി നിങ്ങൾ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മളുടെ പ്രസാദ് അദ്ദേഹം ഇവിടെ ഇല്ല. സാറ്, നമ്മളുടെ ഗ്രാവ് പാടത്ത് നെല്ലെടുക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട കർഷകർ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ പോയി കണ്ടതാണ്. സർ, അവിടെ ഇവിടെ നമ്മളുടെ പാടത്തിറക്കുന്ന ഒരുമാതിരി ഗുണ്ടകളുണ്ട്. അവരുടെ വിളയാട്ടം നടക്കുകയാണ്. അതുകൊണ്ട് എന്തായി, ഇവിടെ നെല്ലെടുക്കാൻ നിവൃത്തിയില്ല, അവരിപ്പോ സമരത്തിലാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും ആ പാവപ്പെട്ട ആളുകൾ സമരത്തിലാണ്. അതിന് കാരണം എന്താ? 18 കിലോ കിഴിവ് വേണം എന്ന് ഈ ഉടമകൾ പറയുകയാണ്. സാർ, അത് ശരിയാണോ? ഇവിടെ ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നല്ല പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ആദർശമാണ് എന്നല്ല പറയുന്നത്. വിളവുൽപാദിപ്പിക്കുന്ന പാവപ്പെട്ട കർഷകനോട് നിങ്ങൾ ആഭിമുഖ്യം കാണിക്കണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരോടൊപ്പം നിൽക്കട്ടെ. സാർ, രാവിലെ മുതൽ പാടി ഓഫീസറുടെ പണിക്കൽ അവർ കാത്തിരിക്കുകയാണ്. എന്നിട്ടും അതിനൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതിനും നിങ്ങളൊരു ഇടതുപക്ഷ മുഖം കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മളുടെ ധനകാര്യത്തെക്കുറിച്ച് ധനസ്ഥിതി കേരളത്തിലെ ഇപ്പോഴത്തെ പൊസിഷൻ 18ാം റാങ്കിൽ നിന്ന് നമ്മൾ 15ാം റാങ്കിൽ വന്നു എന്നുള്ളതാണ്. സാർ, നീതി ആയോഗിന്റെ കണക്കാണ്. ആ കണക്കാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നീതി ആയോഗിനെ കുറിച്ച് നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. നമ്മളുടെ മുഖം നല്ല ഗംഭീരമാണ് എന്ന് നമ്മൾ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സാമ്പത്തികമായി വളരെ വിഷമത്തിലാണ്. സാർ, നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അനുവദിച്ച തുക മുഴുവൻ കൊടുത്തിട്ടില്ല, അതിനകത്ത് പെശകുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് അങ്ങയുടെ ഒരു ചോദ്യത്തിലുള്ള മറുപടി ഞാനിവിടെ വായിച്ചു. അങ്ങ് വളരെ ശക്തിയോടുകൂടി നിഷേധിച്ചു. ആ നിഷേധം നിലനിൽക്കുമ്പോഴാണ് സാർ ഇവിടെ പറയുന്നു 79% എക്സ്പെൻഡിച്ചർ ഉണ്ടായി എന്ന് അങ്ങ് പറയുകയും അങ്ങയുടെ നേതൃത്വത്തിലുള്ള പ്ലാനിംഗ് ബോർഡ് അത് 55% എന്ന് തിരുത്തുകയും ചെയ്തിരിക്കുകയാണ്. സാർ, നിയമസഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമോ? നിയമസഭയിൽ അങ്ങ് വളരെ കൃത്യമായി കണക്കുകൾ പറയേണ്ട ആളല്ലേ? അതുകൊണ്ട് ഇവിടെ പറയുന്ന 79% ചെലവുകൾ വന്നു എന്താ പറയുക, എക്സ്പെൻഡിച്ചർ. പക്ഷേ വന്നിരിക്കുന്നത് ഡേറ്റ 55% എന്നുള്ളതാണ്. സാർ, അങ്ങ് ഈ കണക്കിനെങ്കിലും തിരുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, അപ്പോൾ നമ്മളിപ്പോഴത്തെ സ്ഥിതി, ഇവിടെ പൊതുക്കടവും ബാധ്യതകളും വളരെ വർദ്ധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? CNAG പറയുന്നത് എന്താ? CNAG പറയുന്നത് 4.15 ലക്ഷം കോടി രൂപ നമ്മളുടെ കടം പെരുകിയിരിക്കുകയാണ്. CNAG പറയുന്നത് പരിധിക്ക് പുറത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയാം. സാർ, കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നമ്മൾ കൂടുതൽ കൂപ്പുകുത്താൻ പോവുകയാണ്. അപ്പം നേരെ ഞങ്ങളോട് ചോദിക്കും, ഈ കൂപ്പുകുത്തുന്നതിൽ കൈയടിക്കാൻ വേണ്ടിയാണോ ഈ പ്രതിപക്ഷം പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അതല്ല, നിങ്ങൾ നന്നാകാൻ വേണ്ടിയ ഞങ്ങളുടെ വിമർശനം. പക്ഷെ നന്നാകുകയില്ല എന്നൊരു വാശിയിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഥിതി, നമ്മൾ ഇവിടെ നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ BJPയുടെ പ്രസിഡന്റായി. സാർ, രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഉദയത്തെ ഏറ്റവും കൂടുതൽ ആഹ്ലാദത്തോടു കൂടി പറഞ്ഞ അന്നത്തെ LDF കൺവീനറാണ് നമ്മളുടെ EP ജയരാജൻ. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ നല്ലത് നല്ല സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് ആണ് വളരെ നല്ലത് എന്ന് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാരണത്തെക്കുറിച്ച് അതൊരു വിശദീകരണം ഉണ്ടായി.
ഞാൻ പക്ഷേ ആ കാരണം ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കാണുന്നുണ്ട്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് പാല് കുടിക്കാൻ പറ്റുന്ന സംസ്ഥാനമല്ല കേരളം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കാനായി 31/8/2024 ധനവകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിനെ കുറിച്ച് ഞാൻ അങ്ങയോട് ചോദിച്ചിരുന്നു. സാറ് അങ്ങ് അത് എതിർത്തോ? എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു എന്ന് ഒരു മൂമെന്റ് അങ്ങ് ഇവിടെ പറഞ്ഞു. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ വന്ന കുറവ് ഇവിടെ വളരെ താഴെയാണ് എന്നുള്ളത് പിന്നീട് കണക്കുകൾ കൊണ്ട് ബോധ്യപ്പെടുകയാണ്. സാർ, ഈ തെറ്റായ ഇവിടെ നിയമസഭയെ പോലും കോൺഫിഡൻസിൽ നിൽക്കാതെ സത്യം നിയമസഭയിൽ പോലും പറയാത്ത അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ എവിടെ പോയി നിൽക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സാർ, GST നികുതിയിൽ കേവലം നമ്മളുടെ വർധനവ് എത്രയാ? 5% ഉള്ളൂ സാർ. GST നികുതി വരുമാന വളർച്ച കേവലം 5%. IGST വളർച്ച -1 നമ്മൾ വന്ന് നിൽക്കുന്നത്. സാർ, ഇത് രൂപത്തിൽ പോയാൽ നികുതിയുടെ പിരിവ് നമ്മൾ താഴോട്ട് പോയാൽ എവിടെ പോയി നിൽക്കും എന്ന് ആലോചിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുക. ഇവിടെ നമ്മുടെ MLA പലരും പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുകയും ചെയ്യാണ്. നമ്മളുടെ MLA ഫണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന ഗവൺമെന്റ് നടത്തണം. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ വക പദ്ധതികളൊന്നും കിട്ടില്ല. ആകെപ്പാടെ ആശ്രയിക്കാൻ പറ്റുന്നത് MLA ഫണ്ട് മാത്രമാണ്. ആ MLA ഫണ്ടും അത് വേറെ പ്രശ്നം. പക്ഷെ ഫണ്ട് തികയുന്നില്ലല്ലോ. ആ MLA ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതെങ്ങനെയാ സാർ എന്റെ സമയം തീർന്നത്? ഞാൻ ബെല്ലടിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബെല്ലടിച്ചോണ്ടേ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷമുണ്ട്. അതാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് 3 മിനിറ്റേ ആയുള്ളൂ. കണക്ക് അങ്ങക്ക് എവിടെ കണക്ക് തെറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങ് നല്ല കാൽക്കുലേഷൻ ഉള്ള ആളാണ്, കണക്കധികം തെറ്റാറില്ല. പക്ഷെ ഇതെവിടെ തെറ്റി എന്ന് എനിക്കറിയില്ല. സാർ, ഇപ്പോ ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ സംസാരിച്ചോ? അല്ല, അങ്ങനെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ വരരുതല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ആ സമയത്ത് ബെല്ലടിച്ച് ഇൻസൾട്ട് ചെയ്യുകയാണ് എന്നുള്ള അങ്ങേക്ക് ഓർക്കുന്നില്ലെന്ന് ഒരിക്കൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അതൊക്കെ അറിയാം. അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് അത് ചെയ്യരുത്, അത് ശരിയല്ല. എങ്ങനെയാ? അല്ല, അങ്ങനെ ചെയ്യാമോ? സാധാരണ നിലയിൽ ചെലവ് ചുരുക്കൽ സംബന്ധിച്ച നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ 300 നോട്ടീസ് അവിടെ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ 50% കട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. ആ 50% കട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നു, വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇതേ ഉത്തരവിന്റെ 2ാം ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങിവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നിൽക്കുകയല്ലേ. അതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാപ്തമായ രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി തെറ്റായ പ്രവർത്തനമുണ്ട്. ഞാൻ അതൊന്നും ആവർത്തിച്ച് പറയുന്നില്ല, കാരണം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഒത്തിരി നടന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് പ്രതിപക്ഷത്തോടുള്ള വൈരുദ്ധ്യാതന ബുദ്ധിയോടുകൂടിയുള്ള ഒരു വിമർശനം അതുണ്ടാകരുത്. സാർ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാം 3ാം തവണ ഇങ്ങനെ ഊണ് കഴിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഇലയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ കുഴപ്പമൊന്നുമില്ല സാർ. പണ്ടൊരു മല്ലയുദ്ധത്തിന് പോയ ഒരു വലിയ ഒരു ഗുസ്തിക്കാരുണ്ട് സാർ. ആ ഗുസ്തിക്കാരൻ പറഞ്ഞു, എനിക്ക് എൻ്റെ A പ്ലാനുണ്ട്. A പ്ലാൻ എന്താ? അയാൾ ജയിക്കുക എന്നുള്ളതാണ് സാർ. 2ാം പ്രാവശ്യം പറഞ്ഞു ജയിച്ചു, അത് പിടിച്ചു, പക്ഷെ തോറ്റുപോയി. 3ാം പ്രാവശ്യം തോറ്റപ്പോൾ എനിക്കൊരു B പ്ലാനുണ്ട്. അപ്പം നാട്ടുകാർ ചോദിച്ചു എന്താ B പ്ലാൻ? അയാൾ ആ ഗുസ്തിയുടെ ഗോദായിൽ നിന്ന് ഇറങ്ങി ഓടി. അതായിരുന്നു അയാളുടെ 3ാം പ്ലാൻ.
ബി പ്ലാൻ. അതുകൊണ്ട് ദയവായിട്ട് ഇതൊന്നും പറയരുത്. കേരളത്തിൽ വരാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം 100-ലധികം സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരികയാണ്. അതുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്ന നിങ്ങളുടെ നന്ദി കൂടി പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. ഞാനിതിനെ ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ തെറ്റിദ്ധരിച്ചതാണ്. സാധാരണ നിലയിൽ സമയം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്, അല്ല അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് ചുരുക്കണം എന്നുള്ള ഒരു കമൻറ്റും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. യെസ്, ഓർഡർ. ഒരു ചെറിയ ചേഞ്ചസ് ഇന്നത്തെ അജണ്ടയിലുണ്ട്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ നിയമനിർമ്മാണ കാര്യത്തിൽ രണ്ടാമതായി തെറ്റാണ്, അതല്ല. നോ, ഞാൻ കൃത്യമായി ഡിജിറ്റൽ ബോർഡിൽ ചേർ ശ്രദ്ധിക്കുന്നുണ്ട്. 0:10 തന്നെയാണ് നിങ്ങളെ തുടങ്ങിയത്. 8 മിനിറ്റ് തന്നെയാണ് തുടങ്ങിയത്. തെറ്റാണത്. യെസ്, ആ സമയത്ത് വന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും 7 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞാണ് സ്ക്രീനിൽ തെളിഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം എനിക്കുണ്ടായിരുന്ന സമയം ഒന്ന് ചേഞ്ച് ചെയ്തതാണ് എന്ന് എനിക്കറിയാം. അത് സാരമില്ല, അതിലേക്ക് തർക്കം സാധാരണഗതിയിൽ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ എന്നാലും അങ്ങ് അത് തിരുത്തിയല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം. അത് തെറ്റാണ്. ഒരു തരത്തിലുള്ള ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം കൃത്യമായി നടന്നിട്ടുണ്ട്. സുമേഷ് വന്നപ്പോൾ 00 നിങ്ങളുടെ അങ്ങയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ 8 നിന്ന് തന്നെ തുടങ്ങിയത്. 8 നിന്ന് തന്നെ തുടങ്ങിയത്. അത് തെറ്റാണ്. യെസ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നോ. യെസ്, അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ നിയമനിർമ്മാണ കാര്യത്തിൽ രണ്ടാമതായി പരിഗണിക്കാനിരുന്ന